ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കി മാറ്റിക്കൊണ്ട് അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച ഈ യുദ്ധം 6 ദിനം പിന്നിടുകയാണ്. ഈ യുദ്ധം തുടങ്ങുമ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനിൽ ഒരു വലിയ ഭരണമാറ്റം, തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണകൂടം അവിടെ വരിക എന്നുള്ളതാണ്. രണ്ടാമത്തേത് IRGCയെയും നിലവിലെ ഭരണകൂടത്തെയും, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടത്തെയും പരിപൂർണമായി ഇല്ലാതാക്കുക എന്നതാണ്. മറ്റൊന്ന്, മൂന്നാമത്തേതാണ് ഇതിൽ ഏറ്റവും പ്രധാനം, അതായത് ഇറാൻ്റെ അനന്തമായ സാധ്യതകൾ തങ്ങൾക്കായി വിനിയോഗിക്കുക. അതായത് എണ്ണ അടിച്ചു മാറ്റുക, ആണവ സമ്പുഷ്ടീകരണം നടത്തിയ യുറേനിയം തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഇറാൻ്റെ മുഴുവൻ പ്രത്യേകതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗംഭീരമായി നടത്തുക. ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും, പ്രത്യേകിച്ച് ട്രംപിന് ഉണ്ടായിരുന്നത്. പക്ഷേ 6 ദിവസമായിട്ടും ഈ ലക്ഷ്യത്തിൻ്റെ 7 അയലത്തെത്താൻ ട്രംപിനോ കൂട്ടർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളിൽ എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട്? ഇറാനിൽ കുറേയിടങ്ങളിൽ ബോംബിട്ടു, മിസൈൽ പാഡുകൾ തകർത്തു, ആയത്തുള്ള അലി ഖാംനെയെ വധിച്ചു, 40ഓളം മറ്റു ഉന്നതരെയും കൊലപ്പെടുത്തി, ഇനി ആര് വന്നാലും തട്ടും എന്നൊക്കെ അവർ വെല്ലുവിളിക്കുന്നുണ്ട്. ഒരുപക്ഷെ കൊല്ലപ്പെടുമായിരിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും ഇറാൻ്റെ പോരാട്ട വീര്യം ഇല്ലാതാക്കാനോ ഇറാൻ്റെ തിരിച്ചടികൾ തടുക്കാനോ ഇറാനെ പരിപൂർണമായി തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ വരിഞ്ഞു കെട്ടാനോ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന പച്ചയായ സത്യം. ഇപ്പോൾ ഇറാൻ്റെ ഏറ്റവും പുതിയ ഒരു വെല്ലുവിളി വന്നിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഡിമോണ ആണവ കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇറാൻ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലും അമേരിക്കയും ആക്രമണം തുടർന്നാൽ ഇസ്രായേലിലെ ഡിമോണ ആണവ കേന്ദ്രം ലക്ഷ്യമിടുമെന്ന് ഇറാൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ISNA വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനിൽ പുതുതായി സ്ഥാനമേൽക്കുന്നത് ആരായാലും അവരെ തകർക്കും അല്ലെങ്കിൽ അവരെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അത് വ്യക്തമാക്കുകയും ചെയ്തതോടെയാണ് ഇപ്പോൾ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നത്. ഖംനെയിയുടെ മകൻ മൊജ്തബ അടുത്ത പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കും എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഇറാൻ്റെ ഭരണകൂടത്തെ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടത്തെ പരിപൂർണമായി ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെയും പരാജയപ്പെടുകയാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖാംനെയും മറ്റ് ഉന്നതരും കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് മുൻകൈ എടുക്കും, ഒമാൻ വഴിയൊക്കെ തങ്ങളുമായി ചർച്ചയ്ക്ക് വരും എന്ന നിലയിലുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റുന്നു. അതിനുശേഷം അവിടെ പുതിയ ഒരു ഭരണാധികാരി വരികയാണ്. ആ ഭരണാധികാരിയും സമാനമായ രീതിയിൽ തന്നെ അമേരിക്കയും ഇസ്രായേലിനെയും ശത്രുപക്ഷത്ത് നിർത്തി സ്വന്തം രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും ഒപ്പം പരമാധികാരവും സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ള തിരിച്ചടികൾ വർദ്ധിക്കും എന്നു തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പല ആളുകളും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വർഗീയ വിസർജനം നടത്തിപ്പോകും. അവരുടെ ഇഷ്ടപ്പെട്ട മേഖലയാണ് വിസർജനം, ചാണകം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വിഡ്ഢികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാനിൽ പലതും തകർന്നു, ഇറാൻ അമേരിക്ക കീഴടക്കി, എല്ലാം ട്രംപിൻ്റെ കാലിലേക്ക് വരും, ട്രംപ് ലോക നേതാവാണ്, ട്രംപ് ദൈവമാണ് എന്ന മട്ടിലൊക്കെയാണ് ഇവർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ലോകത്തിന് വലിയ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച് വിളിച്ചുകൊണ്ടുവന്ന് സൈനികാഭ്യാസം നടത്തി പറഞ്ഞയച്ച ഈ ഐറിസ് ദേന എന്ന് പറയുന്ന ഇറാൻ്റെ കപ്പലിനെ അമേരിക്ക തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ശ്രീലങ്കൻ തീരത്ത് വെച്ചാണ് ഇതുണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഇന്ത്യക്കും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതിനു മുമ്പ് ഇന്ത്യയെ ട്രംപ് വെല്ലുവിളിച്ചത് നമ്മൾ ചുരുങ്ങിയ ചെലവിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതിൽ കലി പൂണ്ടിട്ടാണ്. അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും പരമാധികാരങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും തീരുമാനങ്ങൾ എടുക്കാൻ ഇവൻ ആരാണ്, ഇയാൾ ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആയത്തുള്ള അലി ഖാംനെയിയെ വധിച്ചതിലൂടെ ഇറാനിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയായിരുന്നു ട്രംപ്. അതായിരുന്നു ട്രംപിൻ്റെ ലക്ഷ്യമെന്നൊക്കെ ഇവിടെ ചില ചാവാലി സംഘിണികൾ കടന്ന് കുരയ്ക്കുന്നുണ്ട്. സ്ത്രീപക്ഷവാദികളാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട്. ഇതേ സംഘിണി ചാവാലികൾ എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ 10,60,000 പേരെ പലസ്തീനിൽ കൊന്നു തള്ളിയപ്പോൾ മിണ്ടാതിരുന്നത്? അവിടെ ഭരിക്കുന്നത് കൊച്ചു കുട്ടികളും സ്ത്രീകളുമാണ്. ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുകയായിരുന്നു. ആ സമയത്ത് ഇവൻ്റെ ഒന്നും നാവ് പൊങ്ങിയിട്ടില്ല. ഇവിടുത്തെ ഒരൊറ്റ വർഗീയവാദികളും വാ തുറന്നിട്ടില്ല. പലസ്തീനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി വാദിച്ചവരെ ഭീകരവാദികൾ എന്ന് മുദ്രകുത്തിയ വർഗീയ വിഷങ്ങളാണ് ഇപ്പോൾ ഇറാനിലെ സ്ത്രീകൾ അവർക്ക് തട്ടപ്പെട്ട് നടക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന കരയാണ്. അതൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യമാണെന്നേ. പലസ്തീനിൽ നടന്നത് അതല്ല. ഇസ്രായേൽ രാജ്യാതിർത്തി ലംഘിച്ച് പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തിനെതിരെ വന്നതാണ്. 2 സ്റ്റേറ്റ് തിയറി, പലസ്തീനും ഇസ്രായേലും സ്വതന്ത്ര രാജ്യങ്ങളാണെന്ന തിയറിയിൽ വിശ്വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ നിലപാട് അതാണ്.
ഇതൊന്നും അറിയാതെ ഇതിനൊരു വർഗീയ വിഷയമായി കണ്ട് മരിക്കുന്ന ആളുകളുടെ മതം നോക്കിയിട്ട് ഇവർ മരിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ഒച്ചവിളി എടുക്കുകയാണ് ആളുകൾ. ശരിക്കും ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് ഈ ലോകം മുഴുവൻ ഭയക്കേണ്ട ഒരു വിഷയമാണ് ഈ ട്രംപിൻ്റെ നിലപാട്. ട്രംപ് ഈ വിധത്തിൽ നിലപാട് സ്വീകരിച്ച് തങ്ങൾക്ക് ഹിതകരമല്ലാത്തത് ചെയ്യുന്ന രാജ്യങ്ങളെയും രാജ്യത്തിൻ്റെ ഭരണാധികാരികളെയും ഒക്കെ തങ്ങളുടെ ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നാളെ ഇത് ഏത് രാജ്യത്തിന് സംഭവിക്കും? അറബ് രാജ്യമായിക്കൊള്ളട്ടെ, പശ്ചിമേഷ്യൻ രാജ്യമായിക്കൊള്ളട്ടെ, ആഫ്രിക്കൻ രാജ്യമായിക്കൊള്ളട്ടെ, അമേരിക്ക തീരുമാനിക്കുകയാണ് അവിടെ വലിയ മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്നുണ്ട്, നമുക്ക് കയറി ഇടപെടാം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കയറി അവിടെ അടിക്കാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ ആയത്തുള്ള അലി ഖാംനെയി നിരവധി ക്രൂരകൃത്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യത്വ വിരുദ്ധനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് ട്രംപിന് കീജയ് എന്ന് പറയുന്നവർ ഈ ട്രംപിനൊപ്പം നിൽക്കുന്ന നെതന്യാഹുവിനും നോക്ക്, എത്ര ആയിരം മനുഷ്യരെ കുരുതി കൊടുത്ത തീരുമാനമെടുത്തിട്ടുള്ള ആളാണ്. പലസ്തീനിൽ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഈ നിയമം അവിടെ ബാധകമല്ലേ? അപ്പോൾ അവിടെയാണ് ഈ പറയുന്നത് മനുഷ്യത്വ വിരുദ്ധതയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഒരു വിഭാഗീയതയുണ്ട്. അത് നെതന്യാഹു ചെയ്താൽ ഗംഭീരം, ഖാംനെയുടെ ഭാഗത്തുനിന്ന് സ്വന്തം രാജ്യത്തെ തീവ്രവാദികളെ വധിക്കുന്ന സമീപനം ഉണ്ടായാൽ അതൊരു ആഭ്യന്തര കാര്യമാണ് രാജ്യത്തിൻ്റെ. മറ്റേത് വേറൊരു രാജ്യത്തേക്ക് കടന്നു കയറി ചെയ്തതാണ്. ഇത് രണ്ടും ഒരുപോലാണെന്ന് പറയുന്നു. എന്നിട്ട് ഖാംനെയി കൊന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നു. ഖാംനെയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അവിടെ ആളുകളെ വധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ രാജ്യം അനുശാസിക്കുന്ന ശിക്ഷാ നടപടിയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ നമ്മുടെ ഭരണകൂടം എന്താണ് ചെയ്യുക? അതുപോലെ തന്നെയാണ് ഖാംനെയി ആ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നത്. അതൊക്കെ ഓരോരോ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യമാണെന്ന്. അവിടെ ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനൊക്കെ എന്താണ് കാര്യം എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവർ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോൾ പശ്ചിമേഷ്യ എത്ര സമാധാനപരമായി മുന്നോട്ട് പോയതാണ്. ഇസ്രായേലാണ് അമേരിക്കയുടെ വായിൽ കോലിട്ട് കുത്തിയിട്ട് അവർ മിസൈൽ ഉണ്ടാക്കുന്നു, ആണവ പരീക്ഷണം നടത്തുന്നു, അവർ ഇസ്രായേലിനെ നാളെ തീർത്ത് കളയും, പേടിച്ച് നിക്കറിൽ മുള്ളിയിട്ട് ഓടുകയാണ് ഇസ്രായേൽ. വലിയ സംഭവം എന്നാണ് പറയുന്നത് എല്ലാവരും. വലിയ സംഭവമാണ്, ലോകത്തെ കീഴടക്കാനുള്ള ശക്തിയാത്ര. എന്നിട്ട് തൊട്ടടുത്ത രാജ്യം 100 മിസൈൽ ഉണ്ടാക്കിയപ്പോഴത്തേനും പേടിച്ച് വാണം വിട്ട പോലെ പോയേക്ക് അമേരിക്കയുടെ കാൽക്കിലേക്ക്, സാർ സഹായിക്കണം. ഇതാണോ ധീരത? ഇത് ഭീരുത്വമാണ്. പച്ച മലയാളത്തിൽ തെളിയിച്ച് പറഞ്ഞാൽ പേടിച്ച് തൂറികൾ ചെയ്യുന്ന പണിയാണ് ഈ ചെയ്യുന്നത്, നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് പേടിയാണ്. ഇറാൻ 100 മിസൈൽ ഉണ്ടാക്കുമ്പോഴത്തേനും എൻ്റെ പൊന്നെ ഇത് മുഴുവൻ എൻ്റെ നെഞ്ചത്തേക്കാണ് എന്ന് പറഞ്ഞു സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസം ഇല്ലായ്മയാണ്. എന്നിട്ടിപ്പോൾ എന്താ അവസ്ഥ? പശ്ചിമേഷ്യ മുഴുവൻ സകല അറബ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം. അതിനിടയിൽ സൗദിയിലേക്കും UAE-യിലേക്കും ഒക്കെ ആക്രമണം നടത്തിയ മൊസാദിൻ്റെ ചാരന്മാരാണോ എന്ന് സംശയം വന്നിട്ടുണ്ട്. ഇറാനെതിരെ സൗദിയെയും UAE-യെയും ഒക്കെ പിരികേറ്റാൻ, ഗൾഫ് രാജ്യങ്ങളെ പിരികേറ്റാൻ വേണ്ടിയിട്ട് പല ആക്രമണങ്ങളും മൊസാദ് ആസൂത്രണം ചെയ്ത് നടത്തിയതാണോ, അല്ലെങ്കിൽ അമേരിക്കയുടെ യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായി അവർ തന്നെ അറബ് രാജ്യങ്ങളിൽ നാശനഷ്ടം ഉണ്ടാക്കിയതാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇറാനെ പരിപൂർണമായി തകർക്കുക, ഇല്ലാതാക്കുക തുടങ്ങിയ യാതൊരു തരത്തിലുള്ള പണിയും നടക്കില്ല എന്ന് ഏറെക്കുറെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ബോധ്യമായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ടെലവീവിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ചില വാർത്തകൾ നോക്കുക. ഇസ്രായേലിലെ കെട്ടിടവും വാഹനങ്ങളും ഒക്കെ തകർന്നു തരിപ്പണമായി ചാമ്പലായി കിടക്കുന്നു. ഇറാൻ ക്ലസ്റ്റർ ബോംബ് വാർഹെഡുകൾ വഹിച്ചുകൊണ്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി IDF സ്ഥിരീകരിച്ചിരിക്കുന്നു. രാജ്യത്ത് കനത്ത നാശനഷ്ടമുണ്ടാക്കിയതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കിലോമീറ്ററുകൾ വ്യാപിച്ച് കനത്ത നാശനഷ്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന ക്ലസ്റ്റർ ബോംബുകളുടെ പ്രയോഗത്തിലൂടെ ഇസ്രായേലിൽ വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. നോക്കുക, ഈ ക്ലസ്റ്റർ ബോംബുകൾ അടക്കമുള്ള ആയുധങ്ങളുടെ കടന്നുവരവ് സംഘർഷത്തിൻ്റെ ഗതി മാറ്റുമെന്ന് സൈനിക വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് ഒറ്റ സ്ഫോടനം നടക്കുന്നതിന് പകരം ക്ലസ്റ്റർ വാർഹെഡുകൾക്ക് വിശാലമായ മേഖലയിലുടനീളം നിരവധി ചെറിയ സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ സാധാരണക്കാർക്ക് അപകട സാധ്യത വർദ്ധിക്കും. ഇറാൻ ഈ കഴിവ് എങ്ങനെ വികസിപ്പിച്ചെടുത്തു എന്ന ചോദ്യം ഇസ്രായേലിനും US-നും മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായുണ്ട്. റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ സൈനിക സാങ്കേതിക കൈമാറ്റം നടന്നിരിക്കാമെന്ന് ഇസ്രായേൽ സംശയിക്കുകയും ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ യുദ്ധമെന്ന് പറയുമ്പോൾ അവർക്ക് മാത്രം നഷ്ടം, നമ്മളൊക്കെ സെക്യൂർ എന്ന് ചിന്തിക്കുന്നൊരു സാഹചര്യമില്ല കേട്ടോ. അതാണ് ഇപ്പോൾ കാണുന്നത്. ഇസ്രായേൽ അങ്ങോട്ട് കയറി ഇറാനിലേക്ക് അടിച്ചു. ഇറാനിൽ 2000-ഓളം കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പറയുന്നു. 1000-ലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഉന്നതർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ സ്കൂളിൽ 160-ഓളം വരുന്ന പിഞ്ച് പെൺകുട്ടികളെ വധിച്ച് രസം കണ്ടെത്തിയിട്ടുണ്ട് നെതന്യാഹുവും ടീമും. അതിലൊന്നും ആർക്കും ഒരു മനുഷ്യത്വ വിരുദ്ധയും ചെയ്യേണ്ട. അതിനുശേഷം സംഭവിക്കുന്നത് എന്താണ്? വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇറാനിലേക്ക് നടന്നു. ഇറാന്റെ മിസൈൽ ലോഞ്ച് പാഡുകൾ തകർത്തു, ആയുധപ്പുരകൾ തകർത്തു, അവരുടെ എല്ലാ സംവിധാനങ്ങളും തകർത്തു. ഇനി അവർ തിരിച്ചടിക്കില്ല എന്ന മട്ടിലൊക്കെ വലിയ പ്രചാരണം പാശ്ചാത്യ മാധ്യമങ്ങൾ ട്രംപിനെയും കൂട്ടരെയും ഉദ്ധരിച്ച്
നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് വീട് പലയിടത്ത് ചിതറിത്തെറിച്ച് പൊട്ടുന്ന ടൈപ്പ് ബോംബുകളും മിസൈലുകളും ഒക്കെ വന്ന് ഇസ്രായേലിനുള്ളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ കുറേ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേൽ കുറഞ്ഞത് 11 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും 1000-ലധികം പേർക്ക് വ്യത്യസ്ത അളവിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇസ്രായേലി മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു എന്നാണ് മാതൃഭൂമി പറയുന്നത്. അപ്പോൾ ആ വിധത്തിലുള്ള ആക്രമണങ്ങളും നാശനഷ്ടങ്ങളും ഇസ്രായേലിലും ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇസ്രായേലിലെ ജനങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട് സംസാരിക്കുന്നതിൽ. അവിടുത്തെ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒന്നും പുറത്തു പോകരുത് എന്ന് ഇസ്രായേൽ വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണ്ടതൊന്നും ആയിരിക്കില്ല യഥാർത്ഥത്തിൽ ഇസ്രായേലിലുണ്ടായ നാശനഷ്ടം. ഒരുപക്ഷെ പണ്ട് പലരും പറയുമായിരുന്നു, ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട്, ഇസ്രായേൽ 500 പേർ മരിച്ചു തങ്ങളുടെ എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചാൽ അത് 5000-ഓ 50,000-ഓ ആകാം. അങ്ങനെ ഒരു സ്വഭാവം ഇസ്രായേലിനുണ്ട്. ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലേ എന്ന് എപ്പോഴും കിടന്ന് പറയുന്ന ഒരു സമീപനം ഇവർക്കുണ്ട് എന്നാണ്, ഇസ്രായേലിനുണ്ട് എന്നുള്ളതാണ് എപ്പോഴും കാണുന്ന ഒരു കാര്യം. മുമ്പ് ഈ 12 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിലേക്ക് നിരന്തരമായി ഇറാൻ മിസൈൽ വർഷം നടത്തിയപ്പോൾ അന്ന് നെതന്യാഹുവും സംഘവും പറഞ്ഞത് അയൺ ഡോം സംവിധാനം 90% വരുന്ന ഈ മിസൈലുകളെ തടുത്തു എന്നാണ്. പിന്നീട് നമ്മൾ കണ്ടത് മൊസാദ് ആസ്ഥാനത്തിൻ്റെ മുമ്പിൽ പോലും വലിയ ഗർത്തം രൂപീകരിക്കുന്ന വിധത്തിലേക്ക് വമ്പൻ ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിൽ നടന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ. അതായത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒന്നും പറ്റില്ല, ബോംബ് കടിച്ചു പൊട്ടിച്ച് നിന്നാലും നെതന്യാഹുവിനൊന്നും പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്ന മണ്ടന്മാർ മനസ്സിലാക്കേണ്ടത്, ഒരു യുദ്ധമുണ്ടാകുമ്പോൾ രണ്ട് വശത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഇറാനെ കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായി ഈ യുദ്ധം ആരംഭിച്ചിട്ട് അത് സംഭവിക്കുന്നില്ല എന്നിടത്താണ് ഇസ്രായേലും അമേരിക്കയും വല്ലാതെ പ്രകോപിതരാകുന്നത്. അതുകൊണ്ടാണ് നിരന്തരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്രമണം നടത്തുന്നു, കപ്പലുകൾ തകർക്കുന്ന വിധത്തിലേക്കൊക്കെ പോകുന്നു. മറിച്ച് ഇറാനെ നോക്കുക, ഇറാൻ ഒരു ചർച്ചയ്ക്കുമില്ല, ഞങ്ങൾ കൂടുതൽ മേഖലകൾ തകർക്കും, നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ തകർക്കും, റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ സഹായം ഇറാന് ലഭിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും സംശയിക്കുന്നത്. അപ്പോൾ വ്യാപകമായിട്ടുള്ള യുദ്ധം നടത്താനുള്ള സന്നാഹങ്ങൾ ഇറാൻ്റെ മുന്നിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പെട്ടെന്നൊന്നും ഇറാനെ അടിച്ചു വീഴ്ത്തി അവിടുത്തെ കോടിക്കണക്കിന് ജനങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ വിശ്വസിക്കുന്നു, പിന്തുണയ്ക്കുന്നു. ആ ജനതയെയും കീഴ്പ്പെടുത്തി അവിടെ അമേരിക്ക പറയുന്നവർ ഭരിക്കണമെന്നൊക്കെ പറയുന്നത് വലിയ ദുരന്തമായി മാറും. ഇനിയിപ്പോൾ അമേരിക്ക പറയുന്ന ഒരു ഭരണകൂടം അവിടെ വന്നാൽ ജനങ്ങൾ അതിനെതിരാണെങ്കിൽ അവിടെ വീണ്ടും ആഭ്യന്തര കലാപം ഉണ്ടാകും. ആ ഭരണകൂടത്തിന് അവിടെ വിട്ട് ഓടേണ്ടി വരും. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും വിചാരിക്കുന്നത് പോലെ വളരെ എളുപ്പത്തിൽ തീർക്കാവുന്നൊരു വിഷയമല്ല ഇത് എന്നുള്ളതാണ്. ഇന്നലെ വേണു ബാലകൃഷ്ണൻ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിലെ പ്രോഗ്രാമിൽ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ തോൽക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു. അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ല എന്ന് അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് വിവരമുള്ളവർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇറാൻ തകരുന്നു, തീരുന്നു, ഇറാൻ ഇപ്പോൾ കഴിയുമെന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഇസ്ലാം വിരുദ്ധ, മുസ്ലിം വിരുദ്ധ ആശയ പ്രചാരണത്തിൻ്റെ ഭാഗമാണ്. ആദ്യമേ പറയട്ടെ, ഈ യുദ്ധത്തിന് അങ്ങനെ മതമൊന്നും ഇല്ല കേട്ടോ. ഇസ്ലാമിക് റിപ്പബ്ലിക് തകരുന്നു എന്നതിൻ്റെ അർത്ഥം ലോകത്ത് മുസ്ലിം ഇല്ലാതാകുന്നു, മുസ്ലിങ്ങൾ നശിക്കുന്നു എന്നൊന്നുമല്ല. ഇത് ജിയോ പൊളിറ്റിക്സ് ആണ് എന്ന് മാത്രമല്ല, ഇത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ തകർക്കാനുള്ള, ആ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് രണ്ട് രാജ്യങ്ങളുടെ ശ്രമമാണ്. അതിൽ മതമല്ല പ്രധാനം. അവിടെ അവരുടെ ആസ്തികൾ, അതായത് ഇറാനിലെ എണ്ണപ്പാടങ്ങൾ അടക്കമുള്ള വലിയ സങ്കേതങ്ങൾ, അതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ വെനസ്വേല ഏത് മതത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരെ തകർത്തത്? കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ലേ. പക്ഷെ അവിടെയും എണ്ണശേഖരമുണ്ട്, അതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഇത് മനസ്സിലാക്കുക, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ മരിക്കുന്നവരുടെ മതം നോക്കി അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രമാണെന്നും പറഞ്ഞ് ആ മതത്തെ കുറ്റപ്പെടുത്തി വെറുതെ മണ്ടത്തരം വിളിച്ചുകൂവി സമൂഹം മലീമസമാക്കാതെ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? സാമ്രാജ്യത്വ ശക്തികൾ ഈ വിധത്തിൽ ലോകക്രമം നിശ്ചയിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അവിടെ ഒരു രാജ്യവും സുരക്ഷിതരല്ല, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരവും സംരക്ഷിക്കപ്പെടുകയില്ല. അത്രയും ദുരന്ത സമാനമായ അവസ്ഥയിലേക്കാണ് ഈ ലോകത്തെ ട്രംപും കൂട്ടരും കൊണ്ടുപോയിരിക്കുന്നത് എന്ന അപകടകരമായ സാഹചര്യം. അതാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്, അതേക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഇത് നാളെ ഏത് രാജ്യത്തിനും വരാം. ഒരു രാജ്യവും അവരുടെ പിടിയിൽ നിന്ന് മോചിതരാകില്ല, അല്ലെങ്കിൽ അവരുടെ പിടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയില്ല എന്നതിൻ്റെ കൂടി കൃത്യമായ ദുസ്സൂചനയാണ് ട്രംപ് തുടർച്ചയായി ഇത്തരം ഓപ്പറേഷനുകളിലൂടെ ഈ ലോകത്തിന് നൽകുന്നത്.